ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് NS-ൻ്റെ പ്രാക്ടിക്കൽ ബുക്സും അതുപോലെ തന്നെ NS-ൻ്റെ ടെക്സ്റ്റ് ബുക്കുമാണ്. ഞാൻ പഠിച്ചത് സയൻസ് ആയതുകൊണ്ട് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ലാംഗ്വേജ് പിന്നെ ഞാൻ മലയാളം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ടെക്സ്റ്റ് ബുക്കാണ്. പിന്നെ ഞാൻ മാത്സിന് പകരം ഡാറ്റ എൻട്രി ആണ് എടുത്തത്. കാരണം ഈ സയൻസ് എടുത്തിട്ട് വേണം നേഴ്സിംഗ് പഠിക്കാൻ, അതുകൊണ്ട് മാത്രം എടുത്തതാണ്. സോ ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇത് ഡാറ്റ എൻട്രി ആണ്. ഡാറ്റ എൻട്രി ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് തന്നെ കോളേജിൽ നിന്ന് അയക്കും. അപ്പോൾ നമ്മൾ എക്സാം എഴുതാൻ മാത്രം പോയാൽ മതി. ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇംഗ്ലീഷാണ്. ഇത് അത്യാവശ്യം നല്ല ടെക്സ്റ്റ് ബുക്കാണ്. പിന്നെ വായിച്ചാൽ മനസ്സിലാവും, സിമ്പിളാണ്. പിന്നെ കെമിസ്ട്രി നോക്കാം. കെമിസ്ട്രിയൊക്കെ ഈസി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് പഠിച്ചാൽ വളരെ എളുപ്പമാണ്. ഇതിൽ ഈ PE, TMA ഇതൊക്കെ നമുക്ക് അസൈൻമെൻറ്റ് അതുപോലെ തന്നെ പ്രാക്ടിക്കലാണ് വരുന്നത്. ഇതിൽ ഈ PE എന്ന് പറയുന്നതാണ് നമുക്ക് തിയറി ആയിട്ട് വരുന്നത്. ബാക്കി അസൈൻമെൻറ്റ്, പ്രാക്ടിക്കൽ അങ്ങനെ വരും. ഇത് ഞാൻ പാസ്സായി, ഒരു 3 വർഷം മുന്നേ ഞാൻ പാസ്സായതാണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിക്കുകയാണ്. ദെൻ ഫിസിക്സ് ആണ് നോക്കുന്നത്. ഫിസിക്സ് സ്റ്റേറ്റ് ബുക്കിനേക്കാൾ കുറച്ച് ഈസി ആണെന്നാണ് എനിക്കിത് തോന്നിയത് പഠിച്ചപ്പോൾ. കാരണം ഞാൻ ഓൾറെഡി കൊമേഴ്സ് പഠിച്ചിട്ടാണ് ഞാൻ സയൻസ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നി. കാരണം എല്ലാവരും ടാസ്ക്കാണ് എന്നൊക്കെയാണ് പറയൽ. പക്ഷേ ഈ NS പഠിച്ചപ്പോൾ പാസ്സാവാൻ പറ്റി, പഠിക്കാനും ഈസി ആയിട്ട് തോന്നി. ദെൻ ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ദെൻ മലയാളം, ഇതിലെല്ലാം നല്ല സ്റ്റോറിയൊക്കെയാണ്. പെട്ടെന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. എക്സാമിനൊക്കെ വളരെ ഈസിയാണ്. 2 ടെക്സ്റ്റ് ബുക്കുണ്ട്. അപ്പോൾ അതത്രയേ ഉള്ളൂ. പിന്നെ ബയോളജി ഇത് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രാക്ടിക്കൽ ബുക്സൊക്കെ നോക്കാം. ഇത് ഞാൻ ഓൾറെഡി കംപ്ലീറ്റഡ് ആക്കി എൻ്റെ റെക്കോർഡ് ബുക്സാണ്. ഇത് പ്രാക്ടിക്കലാണ്. ബയോളജീൻ്റെ പ്രാക്ടിക്കൽ ടെക്സ്റ്റ് ബുക്കാണ്. ബയോളജി നമുക്ക് വൈവ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് കെമിസ്ട്രി അതുപോലെ തന്നെ ഫിസിക്സ് ആണ്. ഇത് രണ്ടും നമുക്ക് പ്രാക്ടിക്കലായിട്ട് തന്നെ ചെയ്യണം. നമുക്ക് എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ദെൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെ ആർക്കെങ്കിലും ഇപ്പോൾ പഠിച്ചതിന് അഡ്മിഷൻ കാര്യമായിട്ടോ എന്തെങ്കിലും അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ.